ഇതെൻ്റെ അമ്മ. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു കലാകാരനാക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നതും എന്നെ യുവജനോത്സവ വേദികളിലൊക്കെ ഏറ്റവും കൂടുതൽ കൊണ്ടു നടന്നത് എൻ്റെ അമ്മയാണ്. ഒരു പക്ഷേ പണ്ടത്തെ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, എന്നെ അമ്മ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഡബ്ബക്കുറു അമ്മയെന്ന് പറഞ്ഞ് പത്രങ്ങളിലൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ സത്യത്തിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് അമ്മയ്ക്ക് ആദ്യമൊക്കെ ഭയങ്കര ഉത്കണ്ഠയുണ്ടായിരുന്നു. എങ്ങനെ ഞാൻ ജീവിക്കും, എങ്ങനെയായിരിക്കും എൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം എന്നൊക്കെ. പക്ഷേ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം അമ്മയ്ക്ക് അത്ര വലിയ ടെൻഷനൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. കാരണം എല്ലാ തരത്തിലും അമ്മയുടെ പേടികളെല്ലാം ഇതിനോടൊക്കെ തന്നെ മാറിക്കഴിഞ്ഞു. ഏറ്റവും അടുത്ത് ഇപ്പോൾ കല്യാണം നടന്നത് വരെ അതിന് മുമ്പുള്ള അമ്മയുടെ ടെൻഷൻ ഇനി അമ്മയില്ലാതെ വരുന്ന ഒരു സമയത്ത് എന്നെ നോക്കാൻ ആരുണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? അപ്പം പറഞ്ഞു അമ്മ. ഇപ്പം ആദ്യമൊക്കെ ഞാൻ കരുതി ദൈവം എന്നെ എന്തിനാ ഇങ്ങനെ ശിക്ഷിച്ചതെന്ന് ചിന്തിച്ചു. പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലായി, എന്നെ ഈശ്വരൻ സഹായിക്കുമായിരുന്നു, എന്നെ രക്ഷിക്കുമായിരുന്നു. കാരണം ഇതല്ലായിരുന്നെങ്കിൽ ഇവൻ എവിടെ എത്തുമെന്ന് ഇപ്പം എനിക്ക് പ്രവചിക്കാൻ ഒക്കുകയില്ല. പക്ഷേ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി ചൊരിഞ്ഞിരിക്കുകയാണ് എനിക്കും എൻ്റെ മകനും എൻ്റെ കുടുംബത്തിനും. അതൊരു വലിയ അനുഗ്രഹമാണ്. എൻ്റെ മോന് ഇനിയും നല്ല ഭാവിയുള്ളതായിട്ടാണ് എൻ്റെ പ്രതീക്ഷയും. അവൻ്റെ ഇതുവരെയുള്ള രീതികളും എല്ലാം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. പിന്നെ ഒരു കാര്യത്തിനും മറ്റാരെയും ഇപ്പോൾ അവൻ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ആദ്യമൊക്കെ വേണമായിരുന്നു അമ്മയൊക്കെ എടുത്തുകൊണ്ടൊക്കെ നടക്കണമായിരുന്നു. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല. എത്ര ദൂരം വേണേലും നടക്കുകയും ചെയ്യും. അവൻ്റെ കാര്യങ്ങളിൽ ആരും ഇപ്പോൾ ഇടപെടണ്ട. ഒരു വീട്ടിലൊരു മുതിർന്ന ഒരാളുണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യും അതെല്ലാം ഇന്ന് എൻ്റെ മോൻ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ജോക്കർ എന്ന സിനിമയിൽ വെച്ചിട്ട് നമ്മുടെ ദിലീപേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. നിൻ്റെ ജീവിതത്തിൽ നീ ഈ ഒരു പൊക്കക്കുറവ് ഓർത്ത് നീ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത് നീ മാക്സിമം യൂസ് ചെയ്യണം. കാരണം നമുക്ക് പ്രയാസപ്പെട്ടവരിടത്തിരിക്കാൻ എളുപ്പമാണ്, പക്ഷേ അങ്ങനെ ഇരുന്നാൽ മറ്റുള്ളവർ നടന്ന് നമുക്ക് മുന്നിൽ കയറിപ്പോകും, നമ്മൾ പിന്തള്ളപ്പെടും. പക്ഷെ അങ്ങനെ ഉള്ള ഒരു വിഷമം ഉണ്ടാവണ്ട. പിന്നെ നീ ഇങ്ങനെ ആയതുകൊണ്ടാണ് നിനക്ക് ഇത്രയും ചാൻസുകളും ഇത്രയും ആളുകൾ നിന്നെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്നൊക്കെ പറഞ്ഞു. ഒരു പക്ഷേ പിന്നീട് പറഞ്ഞത് ഒരു കോമഡി രീതിയിലാണ് പറഞ്ഞത്. നീ നല്ല ഹൈറ്റുള്ള ആളായിരുന്നെങ്കിൽ ചിലപ്പോൾ കോട്ടയത്ത് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കേണ്ടി വന്നേനെ എന്ന് പറഞ്ഞു. ഇത് തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങളോ പലരും എൻ്റെ അടുത്ത് നേരത്തെയൊക്കെ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ ആയതിൽ വിഷമമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് അങ്ങനെ ആരും ചോദിക്കാറില്ല. കാരണം എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഒരു പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. വിഷമിച്ചിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല.